ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സിഎം എന്തെങ്കിലും ആശയക്കുഴപ്പം PMCയിലുണ്ടോ? PMCയിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം നിലവിൽ? ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് ആ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പൊ അതാണ് ആക്ഷേപം അല്ലെ CPMന്റെ. ഇവർക്കങ്ങ് പിന്മാറിയാ പോരായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചില്ല അവരോട്. അവർക്കങ്ങ് 7 മാസം 8 മാസോ അവരുടെ ഒരു കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് കൂടുക പോലും ചെയ്തില്ല. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാർ പിന്മാറായിരുന്നല്ലോ. നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിച്ചില്ല. പിണറായി വിജയൻ വന്ന് ഇവിടെ PM ശ്രീ പറഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ. ഞങ്ങൾ വന്നപ്പോഴല്ലേ അത് കറക്റ്റ് ചെയ്തല്ലോ. പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ? ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനമെടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ. ഇപ്പൊ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞത്. അത് അദ്ദേഹം പിറ്റേ ദിവസം UDF പല കാര്യവും ചർച്ച ചെയ്യും. നവീൻ ബാബുവിന്റെ കേസ് CBIക്ക് വിടുന്ന CBIക്ക് വിടുന്ന നോട്ടിഫിക്കേഷൻ ഇറക്കാൻ അതിനകത്തൊരു നടപടിക്രമങ്ങൾ ഒന്നും കൂടി പരിശോധിക്കണം. കോടതി ഒരു ക്ലിയറൻസ് കൂടി കിട്ടണം നമുക്ക്. ഇന്ന് മതിയല്ലോ, ബാക്കി എല്ലാം കൂടി ഇന്ന് ചോദിക്കണ്ട. ഇല്ല, അല്ലല്ല, അത് പരിശോധിക്കുന്നുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് അത് പരിശോധിക്കുന്നുണ്ട്. പിന്നെ പല വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി പോകാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴും ആളുകൾ മടിയാണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രിമാരും കളക്ടർമാരും ഒക്കെ പത്രസമ്മേളനം നടത്തി പറയാണ്, നമ്മൾ ഈ ഇവാക്യുവേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ, ഞാനത് അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകൾ പോവില്ല. ആളുകൾ 2ാം നില ഉണ്ടെങ്കിൽ 2ാം നിലയിൽ പോകും. 2ാം നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ഡയറക്ഷൻ എന്താ സാറേ? നമ്മൾ അവര് ജില്ലാ അതോറിറ്റി ആവശ്യപ്പെടുമ്പോൾ അവര് ക്യാമ്പിലേക്ക് അവർ മാറണം, അവർ വരണം. അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു റെസ്ക്യൂ ഓപ്പറേഷൻ പോലും ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരില്ല. അതുകൊണ്ട് അധികാരികൾ ആവശ്യപ്പെടുമ്പോൾ അവർ മാറി റിലീഫ് ക്യാമ്പുകളിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.